7 വർഷം മുൻപ് നിലവിൽ വന്ന GST നികുതി ഘടനയിലെ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് 5%, 18% എന്നിങ്ങനെ 2ആയി ചുരുങ്ങുകയാണ് തിങ്കളാഴ്ചയോടെ. എന്തായാലും ധനമന്ത്രി നിർമ്മല സീതാരാമന് നന്ദി പറയേണ്ട ഒരു അവസരമാണ്. GST നടപ്പാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം രാജ്യമൊട്ടക്കും വിവിധ ഉൽപ്പന്നങ്ങളിൽ വിലക്കുറവെന്നത് യാഥാർത്ഥ്യമാകുകയാണ്. രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് നിന്നാലും ഒരേ ഉൽപ്പന്നത്തിന് ഒരേ വില, ആ വില കുറയുന്ന വിലയും അതേ വിലക്കുറവിൽ തന്നെ ലഭിക്കുമെന്നതാണ് ഇനി തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് നടക്കാൻ പോകുന്ന സവിശേഷത. മരുന്നുകളുടെ വില കുറയും. ക്യാൻസർ, ഹീമോഫിലിയ, ന്യൂറോ, വിവിധ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാലത്തേക്ക് മരുന്ന് വാങ്ങി കഴിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ ഈ വിലക്കുറവ് ഏറെ ആശ്വാസകരമാകും. മരുന്നിന്റെ GST 12% നിന്നും 5% കുറച്ചത്. സ്പൈനൽ മസ്കുലർ അട്രോഫി, മാരക ശ്വാസകോശ രോഗങ്ങൾ ഇവയ്ക്കുള്ള 34 ഇനം മരുന്നുകൾ, ഒപ്പം ക്യാൻസർ, ഹീമോഫിലിയ, അങ്ങനെ 34 ഇനം മരുന്നുകളുടെ GST പൂർണ്ണമായും ഇല്ലാതായി കഴിയും. പുതിയ ഭേദഗതി തിങ്കളാഴ്ച നടപ്പാകുമ്പോൾ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും. സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. കൂടാതെ ടൂത്ത്പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ച് നൽകിയാൽ മതിയാവും. ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ ഉയർന്ന GST ഒഴിവാകുന്നതിലൂടെ സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസവും ഇത് കൊണ്ടുവരും. GST നിരക്കിൽ വന്ന മാറ്റത്തിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് അതേപടി നൽകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് വ്യാപാരികളും കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാൻ തുടങ്ങുന്നത്. വിലയിലെ വ്യത്യാസം കൂടുതൽ പ്രതിഫലിക്കുക നിത്യോപയോഗ സാധനങ്ങൾക്കായി ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ തന്നെയാണ്. നിലവിലുള്ള സ്റ്റോക്കും തിങ്കളാഴ്ച മുതൽ പുതിയ നിരക്കിലായിരിക്കും വിൽക്കുക. അങ്ങനെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഘടകങ്ങൾ വഴി സൂപ്പർ മാർക്കറ്റുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വലിപ്പം കൂടിയ ടിവിയുടെ വില കുറയും. ഇതോടെ സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരന്റെ വീട്ടിലെ TV ആയ 32 ഇഞ്ച് TV വൈകാതെ വിപണിയിൽ നിന്നും പുറത്താകും. പിന്നെ ശീതീകരിച്ച പാൽപ്പന്നങ്ങൾ, ബിസ്ക്കറ്റ്, നൂഡിൽസ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇവയുടെയും വില കുറയും. ഒപ്പം സോപ്പ്, ഷാംപൂ, ഷേവിംഗ് ക്രീം, പെർഫ്യൂം ഇവയ്ക്ക് GST 18% നിന്നും 5% കുറയുന്നത്. മറ്റൊരു സവിശേഷത എടുത്തു പറയേണ്ട കാര്യം, 12% GST ഈടാക്കിയിരുന്ന നോട്ട് ബുക്ക് അടക്കമുള്ള സ്കൂൾ സാധനങ്ങൾക്ക് GST പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു കാര്യമായ വിലക്കുറവുണ്ടാകും. എന്തായാലും സ്കൂളുകൾ തുറന്ന് പകുതി ഓണക്കാലം കഴിഞ്ഞ് പകുതി പ്രവർത്തന സമയം പൂർത്തീകരിക്കുകയും ചെയ്തു. എങ്കിലും അടുത്ത വർഷം മുതൽ പുതുതായി നോട്ട്ബുക്കുകളും ഒക്കെ വാങ്ങുന്നവർക്ക് ഏറെ ലാഭകരമാകും ഈ GST വ്യവസ്ഥ. വിലക്കുറവ് പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് തന്നെ കൈമാറാനാണ് വ്യാപാരികളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശപ്രകാരം വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിനൊപ്പം തിങ്കളാഴ്ച മുതൽ അതും എടുത്തു കാണിച്ച് വച്ചിരിക്കും. ഇതിനൊക്കെ പുറമെ ഇടത്തരം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസമാവുകയാണ്. ഇടത്തരം വാഹനങ്ങളുടെ GST 18% വലിയ നേട്ടമാവുകയും. കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി കഴിഞ്ഞു. പുതുക്കിയ വിലകളും അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും സാധനങ്ങൾ നമുക്ക് ലഭിക്കുക. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ വിലക്കെത്തിയ ഉൽപ്പന്നങ്ങളിൽ പരിഷ്കരിച്ച വില സ്റ്റിക്കറായോ സീലായോ പതിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് മുൻനിർത്തി ഇതിന് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. എങ്കിലും വിലയിൽ എന്താണെങ്കിലും സർക്കാർ നിശ്ചയിക്കുന്ന തരത്തിൽ തന്നെ നമുക്ക് ലഭിക്കും. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ഇതിനു പുറമെ വില കുറയുന്നുണ്ട്. TV, AC, ഡിഷ് വാഷർ, ഇൻവെർട്ടർ ബാറ്ററി എന്നിവ തിങ്കൾ മുതൽ വൻ വിലക്കുറവിൽ കിട്ടും. ഗൃഹോപകരണ വിപണിയിൽ പുതിയ ട്രെൻഡുകൾക്കും ഇത് തുടക്കമിടാനാണ് സാധ്യത. 32 ഇഞ്ചിന് മുകളിലുള്ള LED TV, AC, ഡിഷ് വാഷർ, ബാറ്ററി എന്നിവയുടെ GST 28 നിന്ന് 18% കുറയാൻ പോകുന്നത്. ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വിലയിൽ നിന്ന് 10% കുറവ് വരുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഓണക്കാലത്ത് കൂടുതൽ വിറ്റത് 50 മുതൽ 65 വരെയുള്ള LED TVകളായിരുന്നു. 35,000 മുതൽ 80,000 വരെയാണ് അന്ന് ഈടാക്കിയിരുന്ന വില. ഇവയ്ക്ക് 3,800 രൂപ മുതൽ 10,000 രൂപ വരെ ഇതോടെ കുറയാനാണ് സാധ്യത. വലിപ്പം കൂടിയ ടിവിയുടെ വില കുറയുന്നതോടെ 32 ഇഞ്ച് TV വൈകാതെ വിപണിയിൽ നിന്ന് പുറത്താകുമെന്ന് തന്നെയാണ് വിതരണക്കാരൊക്കെ കണക്കുകൂട്ടുന്നത്.
AC MRP ഇപ്പോൾ ഏകദേശം 60,000 ഒക്കെയാണ് എങ്കിലും 50% ഡിസ്കൗണ്ട് ഇട്ടാണ് മിക്ക റീറ്റെയിൽ ഷോപ്പുകളുടെയും വിൽപ്പന നടക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ടൺ AC-ക്കാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ. LG വോൾട്ടാസും ഒക്കെ ഈ സെഗ്മെന്റിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും 28,500 മുതൽ 32,000 രൂപ വരെയാണ് വില. ഇതിൽ 3,000 മുതൽ 6,000 രൂപ വരെ കുറയുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. LG ബോഷ് IFB എന്നിവയുടെ ഡിഷ് വാഷറുകളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. 8 പ്ലേറ്റുകൾ വരെ കഴുകാവുന്നതാണ് അടിസ്ഥാന മോഡൽ. ഇതിന്റെ വില 25,000 രൂപയാണ് നിലവിൽ. 18 പ്ലേറ്റിൻ്റെത് 75,000 രൂപ വരെ വിലയുണ്ട്. 3,000 മുതൽ 7,500 രൂപ വരെ ഡിഷ് വാഷറിന്റെ വിവിധ മോഡലുകൾക്കും വില കുറയും. 8 മുതൽ 9% വരെയാകും വില കുറയുന്നതെന്ന് ചില വൻകിട കമ്പനികൾ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ ആഡംബര ഉൽപ്പന്നങ്ങൾ, പുകയില, സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്കൊക്കെ സാധാരണ ജനം ഏറെക്കാലമായി ആവശ്യപ്പെട്ടതുപോലെ ഒപ്പം ലോട്ടറിക്കും 40% GST എന്ന ഉയർന്ന നിരക്ക് നടപ്പാക്കുകയാണ്. ഇനി ലോട്ടറി ടിക്കറ്റ് എടുക്കണമെങ്കിൽ 40% GST കൊടുക്കണം. ആഡംബര ഉൽപ്പന്നങ്ങൾ, പുകയില, സിഗരറ്റ് അടക്കം ലഹരി വസ്തുക്കൾ കടയിൽ നിന്ന് വാങ്ങിയാലും അതിന് വില 40% GST ഉണ്ടാവും. ഈ മാറ്റം പക്ഷേ തിങ്കളാഴ്ച മുതൽ നടപ്പിൽ വരില്ല. ഇതിനായി പ്രത്യേക ഉത്തരവിറക്കുമെന്നാണ് GST വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നികുതി നിരക്കുകൾക്കനുസരിച്ച് വ്യാപാരികൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. കൂടാതെ നികുതി മാറുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവയുടെ ഞായറാഴ്ചത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തണം. പരിഷ്കരണത്തോടെ ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ, 33 ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി GST രഹിതമായിട്ടായിരിക്കും സാധാരണക്കാരിലേക്ക് എത്താൻ പോകുന്നത്. കൂടാതെ GST ഭേദഗതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ പോലും 1 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ലിറ്ററിന് 15 രൂപയായിരുന്നത് 14 രൂപയായാണ് കുറച്ചത്. അര ലിറ്ററിന് 10 രൂപയിൽ നിന്ന് 9 രൂപയാകും. റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും വിൽക്കുന്ന IRCTC അല്ലെങ്കിൽ റെയിൽവേയുടെ പട്ടികയിലുള്ള മറ്റു ബ്രാൻഡുകളുടെ കുപ്പിവെള്ളത്തിനും ഈ വിലക്കുറവ് തിങ്കളാഴ്ച മുതൽ ബാധകമായിരിക്കും. എന്തായാലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന GST എന്ന പരിഷ്കരണത്തെ ആദ്യമൊക്കെ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ അതിനെ എതിർത്തതാണ്. ശക്തിയുക്തം എതിർത്തു. പിന്നെ GST കൗൺസിലിൽ അന്നത്തെ നമ്മുടെ ധനമന്ത്രി KM മാണി അടക്കമുള്ള മന്ത്രിമാർ ചെന്നിരുന്ന് പല ഭേദഗതികളും നിർദ്ദേശിച്ചു. പല വിലപ്പെട്ട ഭേദഗതികൾ അതൊക്കെ അംഗീകരിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള മുതിർന്ന കേന്ദ്ര മന്ത്രിമാരൊക്കെ സംസ്ഥാന GST കൗൺസിലിൽ എത്തുന്ന സംസ്ഥാന മന്ത്രിമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരുന്നു അന്നത്തെ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന നികുതി, ആ GST നികുതി, ആ സ്ലാബ് കൊണ്ടുവന്നു. ആ സ്ലാബ് പ്രകാരം കുറെ സാധനങ്ങൾക്കൊക്കെ വില കൂടി സ്വാഭാവികമായും. പക്ഷേ അത് പ്രകാരം സംസ്ഥാനത്തുണ്ടാകുന്ന നികുതി കുറവിന്, നികുതി ഇടിവിന് സംസ്ഥാനങ്ങൾക്ക് GST കുടിശ്ശിക കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും 3,000-4,000 കോടി രൂപ വീതം നൽകുന്നുണ്ടായിരുന്നു. കേരളത്തിന് കഴിഞ്ഞോളം കിട്ടിയ 4,000-ലധികം കോടി രൂപയാണ് GST കുടിശ്ശിക ഇനത്തിൽ. പക്ഷേ ഇനി ആ തുകയിൽ ഒരു കുറവുണ്ടാകും. എന്നിരുന്നാലും നേരിട്ട് ഈ ഒരു വിലക്കുറവ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ബൃഹത് ലക്ഷ്യത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച അന്ന് തുടക്കം കുറിച്ചത്. ഇപ്പോഴാണ് അവർ അതിന്റെ ഒരു റിസൾട്ട് അറിയാനായിട്ടുള്ളൊരു വേദിയായിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഇതുപോലെ പറയുന്ന പ്രകാരം എല്ലാ GST ഈടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുമുള്ള വില കുത്തനെ കുറയുകയാണ്.